മോർണിംഗ്. മെസ്സേജറിൽ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എത്രയാണ് ഏജ്? മക്കളൊക്കെ വലുതായി, ഡോക്ടറും എഞ്ചിനീയറും ഒക്കെയാണ്. അപ്പോൾ ചോദിക്കും, എങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ഓസം. ഇതൊക്കെ ഈ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഹാപ്പി ആവും കേട്ടോ. കാരണം 50-ലും 60-ലും നമുക്ക് കുറേയൊക്കെ ഇപ്പോഴും നിലനിർത്താൻ പറ്റും. ഹെൽത്തി ലൈഫ് സ്റ്റൈലിലൂടെയും അതുപോലെ തന്നെ യോഗ പോലെയുള്ള എക്സസൈസുകളിലൂടെയും അതുപോലെ മെഡിറ്റേഷനിലൂടെയും പ്രോപ്പർ ഡയറ്റിലൂടെയും നമുക്ക് കുറേയൊക്കെ നമ്മുടെ യൗവനം നിലനിർത്താൻ പറ്റും. നമ്മുടെ ഫിസിക്കലും സെക്ഷലും മെൻ്റലുമായിട്ടുള്ള ആരോഗ്യം കീപ്പ് ചെയ്യാനും പറ്റും. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കൂ, കൊളാജൻ. അതായത് ഇത് HK വൈറ്റൽസിൻ്റെ കൊളാജൻ സ്കിൻ റേഡിയൻസ് കൊളാജനാണ്. ഈ കൊളാജൻ മറൈൻ കൊളാജനാണ്. അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു സ്പൂൺ, ഇതിനകത്തൊരു സ്പൂണുണ്ട്. ആ സ്പൂൺ ഒരു ലൂക്കോം ബോട്ടിലിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് കഴിക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടോണിന് വലിയ വ്യത്യാസം വരില്ല, റിങ്കിൾസും വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റിൻ്റെയും മറ്റും ആരോഗ്യം നിലനിർത്താനും പറ്റും. ഇനി നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്തൊക്കെയാണ് മാഡം ബ്യൂട്ടി ടിപ്സ്? ഞാനധികം ബ്യൂട്ടി ടിപ്സൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ആദ്യം മുഖത്തും എൻ്റെ കൈകളിലുമൊക്കെ കുളിച്ച് വന്ന ശേഷം ഉടനെ റോസ് വാട്ടർ തേക്കും. അത് നനവോടെ തന്നെ അതിൽ മോയ്സ്ചറൈസർ അത് അപ്ലൈ ചെയ്യും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് SPF 50 കൂടുതൽ 50 അതായത് സൺ ക്രോസിൻ്റെ ഒരു സൺസ്ക്രീനാണ്. അത്രയും മാത്രമാണ് എൻ്റെ നീക്കം. പിന്നെ ഒരു ലിപ്സ്റ്റിക്കും പൊട്ടും കൺമഷി, ഹിമാലയയുടെ കൺമഷിയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ബ്യൂട്ടി ടിപ്സ്. പിന്നെ നൈറ്റിലുള്ള നമ്മുടെ ബ്യൂട്ടി കെയർ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതായത് ഞാനൊരു മിക്സർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഗ്ലിസറിനുണ്ട്, വൈറ്റമിൻ E ക്യാപ്സ്യൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ അലോവേര ജെല്ലുണ്ട്. ഇത്രയും ചേർത്തിട്ടുള്ള ഒരു മിക്സി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് റോസ് വാട്ടർ കൂടുതൽ അപ്ലൈ ചെയ്യും. അത് ചെയ്ത് വെച്ചാണ് ഞാൻ ഫേഷ്യൽ ഗ്ലോയും അതുപോലെ മസാജിങ്ങും ഒക്കെ ചെയ്യുന്നത്. അത് നമ്മുടെ മസിൽസ് ഇങ്ങോട്ട് വലിയ തൂങ്ങാതിരിക്കാനും അതുപോലെയുള്ള എനിക്ക് ഡബിൾ ചിൻ ഇപ്പോഴും ഉണ്ട്. ആ ഡബിൾ ചിൻ മാറി വരുന്നുണ്ട്. അതിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് നമുക്ക് ഒത്തിരി എക്സസൈസ് ചെയ്യാം. യോഗയും നമുക്ക് പറ്റുന്നത് ചെയ്യാം. കാരണം നമ്മുടെ വയറിൻ്റെ വണ്ണം കുറയ്ക്കാനും പറ്റും, ഇടുപ്പിൻ്റെ വണ്ണം കുറയ്ക്കാനും പറ്റും. ഒപ്പം തന്നെ നമുക്ക് വോൾ എക്സസൈസ്, അതുപോലെ തന്നെ പുഷപ്പ്, അത് നമുക്ക് പറ്റുന്ന രീതിയിൽ എടുത്താൽ മതി. പുഷപ്പ്, പ്ലാങ്ക്, പിന്നെ വോൾ സ്ക്വാട്ടിങ്, അങ്ങനെയുള്ള കുറച്ചൊക്കെ ചെയ്യുക. ഒപ്പം തന്നെ മെഡിറ്റേഷൻ. ഞാൻ ചക്ര മെഡിറ്റേഷനാണ് ചെയ്യുന്നത്. അതായത് മൂലാധാരത്തിൽ നിന്ന് നാഭിയിലേക്കും അവിടുന്ന് ഹൃദയസ്ഥാനത്തിലേക്കും അവിടെ നിന്ന് നമ്മുടെ നെറ്റിയുടെ നടുഭാഗത്തേക്കും നമ്മുടെ എനർജിയെ കൊണ്ടുവരിക. അവിടെ കുറേ നേരം നമ്മൾ അവർ കണ്ടടിച്ച് ആ എനർജിയിലേക്ക്, ആ എനർജി പോയിന്റിലേക്ക് മെഡിറ്റേറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ മെഡിറ്റേഷൻ നമ്മുടെ മെൻ്റൽ പവർ ചെയ്യുന്നുണ്ട്. കൂടാതെ സന്ദീപിയുടെ കീഴിൽ ഞാനിപ്പോൾ മെഡിറ്റേഷൻ കോഴ്സ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനി ഒരെണ്ണം കൂടെ എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രദീപ് ജി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിരിക്കും, ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന പ്രദീപ് ജിയുടെ കീഴിൽ ശിവോഹം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ചേരാൻ പോകുകയാണ്. ഇനി നമ്മുടെ വയസ്സുകാലം സമ്പന്നമാക്കാൻ, അല്ലെങ്കിൽ വയസ്സുകാലത്ത് നമ്മൾ ഹാപ്പി ആയിരിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? നമ്മൾ ആർക്കും ഭാരമാകാതിരിക്കുക. നമുക്കിന്ന് പറ്റുന്ന കാലത്തോളം നമ്മൾ ജോലി ചെയ്യുക. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ക്യാഷ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വരുമാനം നമുക്കുണ്ടാക്കുക. നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ മക്കളുടെയോ മുന്നിൽ കഴിഞ്ഞേക്കാളും നമുക്കൊരു സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ചില സപ്ലിമെൻറ്റ്സൊക്കെ ആവശ്യമാണ്. കാരണം എനിക്കൊരു ഓപ്പറേഷൻ, എൻ്റെ ഊട്രക്ടമി കഴിഞ്ഞതിന് ശേഷം, ഓവറീസ് റിമൂവ് ചെയ്തതിന് ശേഷം എനിക്ക് ഈസ്ട്രോജനില്ല. അപ്പോൾ അതിനുവേണ്ടി ഡോക്ടർ പ്രീത, മെഡിറ്റിന ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം മെഡിറ്റിന ഹോസ്പിറ്റൽ ഡോക്ടർ പ്രീത മാഡം തന്ന ലെനോവീസ് എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റ് ഞാൻ എടുക്കുന്നത്. അതിനകത്ത് സോയ എക്സ്ട്രാക്റ്റ്, അതുപോലെ തന്നെ ഈസ്ട്രോജൻ കൂട്ടാനുള്ള സാധനങ്ങൾ, വൈറ്റമിൻസ്, പിന്നെ കാൽസ്യം, വൈറ്റമിൻ D, അങ്ങനെ അതടങ്ങിയ മെഗ്നീഷ്യം തുടങ്ങിയ കുറേ എലമെൻറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് മതിയല്ലോ. ഇനി എൻ്റെ ഫുഡ്, ഇന്നും രാവിലെ ഞാൻ കൊണ്ടുവന്ന ഫുഡിൽ ഞാൻ ദോശയാണ് കൊണ്ടുവന്നത്. അതിൻ്റെ കൂടെ ചമ്മന്തിയും പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് ഫ്രൂട്ട്സ്. ഞാൻ ഈ ദോശയുടെ പുറത്ത് 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. കാരണം എന്താണ്? വളരെയധികം ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ വളരെയധികം omega 3 ഫാറ്റി ആസിഡ്സും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ എക്സ്ട്രാ
വെർജിൻ ഒലിവ് ഓയിൽ. അപ്പോൾ ഫാറ്റ് നമ്മൾ മാറ്റി നിർത്തേണ്ടതല്ല, ഫാറ്റ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിതിൽ ചേർക്കുന്നത്. ചിലപ്പോൾ ദോശയിൽ അല്പം നെയ്യ് ചേർത്ത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വളരെ ഹാപ്പി ആക്കുക. നമുക്ക് ഒത്തിരി സങ്കടങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ ആ സങ്കടങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു പോകുന്നത് പോലെ തോന്നും അല്ലേ? അപ്പോൾ സുഹൃത്ബന്ധം, നല്ലൊരു സുഹൃത്ബന്ധവും അതുപോലെ തന്നെ നല്ലൊരു ജീവിത രീതിയും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് യൗവനം, നല്ല സ്കിൻ ടോൺ, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജോയ്സ് ഒക്കെ നിലനിർത്താൻ പറ്റും. പക്ഷേ എല്ലാത്തിനും ആവശ്യം നല്ലൊരു മനസ്സാണ്. എങ്കിൽ മാത്രമേ നല്ല കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ശരീരത്തിലുണ്ടാവുകയുള്ളൂ. ഓക്സിറ്റോസിനും എൻഡോർഫിൻസിൻ്റെയും ഒക്കെ അളവ് കൂടുമ്പോൾ നമുക്കറിയാതെ തന്നെ നമ്മുടെ സ്കിൻ ടോണിനും അതുപോലെ നമ്മുടെ മസിൽസിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ ഗുണകരമാണ്. ഹാപ്പി ആയിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിരിക്കുക.